വഖഫ് എന്നുള്ളത് കേവലം മുസ്ലിം സഹോദരന്മാരുടെ മാത്രം വിഷയമല്ല. പാർലമെന്റിൽ പ്രസംഗിക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മുനമ്പം ഈസായി ക്രിസ്ത്യാനി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 700 അക്രമങ്ങളാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തൊടുത്തുവിട്ടത്. അവിടെ നിർത്തിയില്ല. ഓരോ ദിവസവും ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന ആക്രമങ്ങൾ. ഒരു വയോധ്യൻ ജസ്യൂട്ട് പാതിരി സ്റ്റാൻ സ്വാമി UAP ചുമത്തി ജയിലിൽ തളച്ചു. പാർക്കിൻസൺസ് രോഗം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ല. ഒരു ഗ്ലാസ് വെള്ളം. നിസ്വാർത്ഥമായ ജീവിതം നടത്തിയ ഒരു വ്യക്തി. അദ്ദേഹം കരഞ്ഞു, എനിക്കൊരു തുള്ളി വെള്ളം കഴിക്കാൻ ഒരു സ്ട്രോ തരൂ, ഒരു ഗ്ലാസ്സിലിടാൻ വേണ്ടി. കൊടുത്തില്ല. കോടതി വരെ പോയി. ഗ്രഹാം സ്റ്റെയിൻസ് 2 കുഞ്ഞുങ്ങള് ചുട്ടുകരിച്ചു. അതിന്റെ കൊലയാളിയെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യമൊന്നും ഞാൻ പറയണില്ല. ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയിൽ ഞാൻ കണ്ട ദൃശ്യങ്ങൾ, അന്നൊരു അഭയാർത്ഥി ക്യാമ്പിൽ പോയപ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു ഉമ്മ, പ്രായം കൊണ്ട് തൻ്റെ മക്കളൊക്കെ കൊലപ്പെടുന്നത് നേരിൽ കണ്ട ഒരു വ്യക്തി. ആ ഉമ്മ ഞങ്ങളവിടെ ചെന്നപ്പോൾ എൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, മോനെ എവിടുന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ കേരളത്തിൽ നിന്നാണ്. ആ ഉമ്മയുടെ മുഖത്ത് പ്രകാശം. മോനെ, ഹിന്ദിയിലാണ് പറഞ്ഞത്, മോനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം കേരളമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് വന്ന ആൾക്കാർ. ഇതാണ് കേരളം. അല്ലാതെ വെറുപ്പും വിദ്വേഷവും വിളമ്പുന്ന ഒരു ഭൂമികയല്ല. മഹാത്മാഗാന്ധി മരിക്കുന്നതിൻ്റെ തലേദിവസം അദ്ദേഹത്തിൻ്റെ സഹായി മനു മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ ചുമയും തൊണ്ടവേദനയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം മഹാത്മാഗാന്ധി പറഞ്ഞു, മനു, എന്തെങ്കിലും അസുഖം വന്ന് ഒരു പരിവന്ന് മരിച്ചാൽ അതെനിക്ക് ഏറ്റവും വലിയ ദുഃഖത്തിനിടയാക്കും. അന്ന് നീ പുറപ്പുറത്ത് കയറി വിളിച്ചു പറയണം, ഞാൻ കപട മഹാത്മാവായിരുന്നു എന്ന്. മറിച്ച് നെഞ്ചിലൊരു വെടിയുണ്ട ഏറ്റ് മരിച്ചാൽ ഞാൻ യഥാർത്ഥ മഹാത്മാവാണെന്ന് നിങ്ങൾ വിളിച്ചു പറയണം. ഈ രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയല്ലേ മഹാത്മാവ് നെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങി. ഈ രാജ്യത്തെ നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്. മഹാത്മാഗാന്ധി നെഞ്ചിലേക്ക് ചേർത്ത് വിളിച്ച ഈ രാജ്യത്തെ വീണ്ടും വിഭജിക്കാൻ വേണ്ടി മനുഷ്യ മനസ്സുകളെ പല തട്ടുകളായി നുറുക്കി എറിയാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളുടെ ബാക്കിപത്രമാണ് വഖഫ് എന്നുള്ള തിരിച്ചറിവിലാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ, പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിൽ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പൊരുതുന്നത്. ആ ഒരു പോരാട്ടത്തിന്റെ അനുബന്ധമായിട്ടാണ് മഹല്ല കോർഡിനേഷൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഇവിടെ ഒതുങ്ങാൻ പാടില്ല. ഒരു നീണ്ട പ്രക്ഷോഭത്തിന്റെ നാന്ദി കുറിക്കാൻ ഇതുപോലുള്ള ഒത്തുചേരലുകൾ വഴിവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്നും കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.